കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ കോഷം ദ്വീപിൽ നടത്തിയ ആക്രമണത്തിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിന് നേർക്ക് ഒരു ആക്രമണം, അതായത് കുവൈറ്റിലെ US ബേസുകൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ ഇപ്പോൾ കുവൈറ്റിനും ബഹ്റിന്റെയും US ബേസുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ നടത്തി എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇറാന്റെ വാർത്താ ഏജൻസിയായ ഫർസയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും. ബഹ്റിനിലെ US-ന്റെ 5ാം കപ്പൽപ്പട ആസ്ഥാനത്തെ ലക്ഷ്യമാക്കിയായിരുന്നു ഇറാന്റെ ആക്രമണം. ഏതായാലും ഈ രണ്ട് രാജ്യത്തും അപായ സൈറണുകൾ മറ്റും മുഴങ്ങുകയുണ്ടായി. ഇത് തങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇറാന്റെ ഒരു എണ്ണ ടാങ്കറിന് നേർക്ക് അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ആ എണ്ണ ടാങ്കറിന്റെ എഞ്ചിൻ റൂമും മറ്റും തകർത്തിരുന്നു. അതിനും കൂടി ചേർത്തിട്ടുള്ള തിരിച്ചടി ആകണം ഒരുപക്ഷെ ഇത്. ഏതായാലും ഇത്തരത്തിൽ തന്നെ കുവൈറ്റിലും ബഹ്റിനിലുമൊക്കെ തങ്ങൾ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ സൈറണുകളും മറ്റ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അവിടുത്തെ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജനങ്ങൾ ആത്മസംയമനം പാലിക്കണമെന്നും ശാന്തരായിരിക്കണമെന്നും തങ്ങൾ ഏത് ആക്രമണത്തെ തടയാൻ ആയിട്ടുള്ളവരാണെന്നും കുവൈറ്റ് അറിയിച്ചു. കുവൈറ്റ് പറയുന്നത് തങ്ങൾക്ക് നേരെ വന്ന ആക്രമണങ്ങൾ ഫലപ്രദമായി തടയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. ഏതായാലും ഇറാനെ സംബന്ധിച്ച് അവരുടെ മറ്റൊരു മുഖം, അതായത് പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ്. വീണ്ടും മിഡിൽ ഈസ്റ്റിലെ US താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം. കഴിഞ്ഞ ദിവസം അമേരിക്കയാണ് ഈ ആക്രമണത്തിൽ തുടക്കം കുറിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം ഇറാന്റെ കപ്പലുകൾ, ആദ്യം ഒരു കപ്പലുകൾ തടഞ്ഞു, രണ്ടാമത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഒരു കപ്പലിന് നേർക്ക് വെടിയുതിർക്കുകയും എഞ്ചിൻ റൂം തകർക്കുകയും ചെയ്തു. കോഷ ദ്വീപിന് നേർക്ക് വലിയ രീതിയിൽ വ്യോമാക്രമണം നടത്തി. ഇതിനൊക്കെ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാൻ നൽകുന്നത് എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഏതായാലും സമാധാന കരാർ ഇനി എത്ര ദൂരം മുൻപോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.